പ്രിയമുള്ളവരെ, മലയാള നോവൽ സാഹിത്യത്തിലെ പ്രതിഭാധനനായ എഴുത്തുകാരനാണ് എം മുകുന്ദൻ. അത്യന്താധുനിക സാഹിത്യകാരനായിട്ടാണ് അദ്ദേഹം കടന്നു വന്നത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ നോവലുകളും ചെറുകഥകളും അനുവാചകർക്ക് അനുഭവത്തിൻ്റെ ഒരു പുതിയ പ്രപഞ്ചം തുറന്നുകൊടുത്തു. ഡൽഹി, ദാവിലാവിലെ സൂര്യോദയം, കേശവന്റെ വിലാപങ്ങൾ തുടങ്ങിയ നോവലുകളും അസംഖ്യം ചെറുകഥകളും അത്യപൂർവ സുന്ദരമായ ആവിഷ്കരണ ചാതുരി കൊണ്ടും പുതുമയാർന്ന കഥാഘടന കൊണ്ടും മലയാളികളുടെ മനം കുളിർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ നോവൽ ഞാൻ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുന്നു. എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ഇത് ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥയാണ്. ഫ്രഞ്ചുകാരുടെ അധീനതയിലായിരുന്ന മയ്യഴി എന്ന പ്രദേശം സ്വാതന്ത്ര്യമടഞ്ഞതിന്റെ പിന്നിലുള്ള ധീരോദത്തമായ കഥ. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നിരവധി ആളുകൾ രക്തസാക്ഷികളായിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് ക്രൂരമായ മർദ്ദനവും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും അവസാന വിജയം മണ്ണിന്റെ മക്കൾ തന്നെ നേടിയെടുത്തു. ഈ സമര ചരിത്രമെല്ലാം കണ്ട മയ്യഴിപ്പുഴ മദാലസയായി പഴയതുപോലെ ഒഴുകി ഒഴുകി കടന്നുപോകുന്നു. ഒഴുകിയെത്തും മയ്യഴിപ്പുഴ പഴയ കഥകളായിരം പറയുമല്ലോ. ഒഴുകിയെത്തും മയ്യഴിപ്പുഴ പഴയ കഥകളായിരം പറയുമല്ലോ. പൊരുതി വീണ ധീരരെ നിങ്ങൾ തൻ ഗാഥകൾ കരളുവിങ്ങി ഇന്നും അവൾ പറയുമല്ലോ. പൊരുതി വീണ ധീരരെ നിങ്ങൾ തൻ ഗാഥകൾ കരളുവിങ്ങി ഇന്നും അവൾ പറയുമല്ലോ. ഒഴുകിയെത്തും മയ്യഴിപ്പുഴ പഴയ കഥകളായിരം പറയുമല്ലോ. പഴയ കഥകളായിരം പറയുമല്ലോ. മയ്യഴിപ്പുഴ തീരത്ത് ഉയർന്നു നിൽക്കുന്ന ആ കൂറ്റൻ ബംഗ്ലാവിലാണ് നാട് ഭരിക്കുന്ന ഭരണാധികാരിയായ മൂപ്പൻ സാഹിബ് താമസിക്കുന്നത്. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞ് നിലാവ് പരന്നൊഴുകാൻ തുടങ്ങുമ്പോൾ ആ മണിസൗധത്തിന്റെ പ്രതിബിംബം മയ്യഴിയിലെ ഓളങ്ങളിൽ അങ്ങനെ പ്രതിബിംബിക്കുന്നത് കാണാം. അന്നൊരു ദിവസം മയ്യഴി നാട്ടിലെ പ്രധാന തെരുവീഥിയിൽ കൂടെ കുറെ ആളുകൾ അങ്ങനെ സഞ്ചരിക്കുകയാണ്. റോഡല്ലേ, ആളുകളല്ലേ, അവർ പലതും പറഞ്ഞുകൊണ്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. കൂട്ടത്തിൽ ഒരുവൻ പറഞ്ഞു, അളിയ കാറ് വന്നളിയ, കാറോ? അതെ, മയ്യഴി നാട്ടിൽ ആദ്യമായിട്ട് കാറ് വരികയാണ്. കാറ് കാണാൻ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും പോകുന്നുണ്ട്. ദേ പോകുന്നു കുഞ്ഞിച്ചിരുത. ഒറ്റയ്ക്ക് പോകാൻ മടിച്ച് 2-3 ഡസൻ തിരുപ്പനും ഒക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ് കുഞ്ഞിച്ചിരുത. അവൾ തൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചു. കുറമ്പിയമ്മേ. വിളി കേട്ട് കുറമ്പിയമ്മ തിരിഞ്ഞു നിന്നു. ഒറ്റമുണ്ടും ബ്ലൗസും ധരിച്ച് മധ്യവയസ്കയെങ്കിലും മദാലസയായ ഒരു സ്ത്രീ. എന്തിനാടി വിളിച്ചത്? ഒറ്റയ്ക്ക് അങ്ങ് പോയാലോ കാറ് കാണാൻ ഞാനും വരുന്നു. നില്ല്. കൊറമ്പിയമ്മേ, ഓ കൊറമ്പിയമ്മേ, കാറു കാണാൻ പോന്നോ നീ. കൊറമ്പിയമ്മേ, ഓ കൊറമ്പിയമ്മേ, കാറ് കാണാൻ പോന്നോ നീ. കപ്പലിൽ നിന്നൊരു കാറു വന്നേ, മൂപ്പൻ സാഹിബ് കൊണ്ടുവന്നേ. കപ്പലിൽ നിന്നൊരു കാറു വന്നേ, മൂപ്പൻ സാഹിബ് കൊണ്ടുവന്നേ. പളുങ്കുപോലൊരു കാറു വന്നേ, പവിഴം പോലൊരു കാറു വന്നേ. കൊറമ്പിയമ്മേ, ഓ കൊറമ്പിയമ്മേ, കാറു കാണാൻ പോന്നോ നീ. എടി കുഞ്ഞിച്ചിരുതേ,
എന്റെ മോൻ ദാമുവിനോടൊന്ന് ചോദിക്കാതെ എങ്ങനാടീ ഞാൻ കാറ് കാണാൻ വരുന്നത്? ഓ, നീ നിന്റെ മോനോട് ചോദിച്ചും കൊണ്ടുന്നില്ല, എനിക്കങ്ങ് പോണം. കുഞ്ഞിച്ചിരുതയ്ക്ക് അങ്ങനെ എപ്പോഴും നല്ല തിരക്കാ. കുറമ്പിയമ്മ മകൻ ദാമുവിനോട് അനുവാദവും മേടിച്ച് കടപ്പുറത്തെത്തി. കടപ്പുറത്ത് എന്തൊരാള്! പൂഴി വാരിയിട്ടാൽ നിലത്ത് വീഴാനിടയില്ല, അത്രയ്ക്ക് ആളുകൾ തിങ്ങി ഞെരുങ്ങി നിൽക്കുന്നു. കുറമ്പിയമ്മയ്ക്ക് കാറ് കണ്ടിട്ടും കണ്ടിട്ടും അത് വരുന്നില്ല. എന്തൊരു ഭംഗിയുള്ള കാറ്! അവസാനം അതിലൊന്ന് തൊട്ട് നോക്കാൻ ഒരു ആഗ്രഹം. പക്ഷേ മൂപ്പൻ സാഹിബിന്റെ പോലീസുകാരന്മാർ ആ കാറിനെ വലയം ചെയ്തിരിക്കുന്നത് കൊണ്ട് തൊട്ടു നോക്കാനായില്ല. ആ വിഷമത്തോടു കൂടി അവർ വീട്ടിലെത്തി തൻ്റെ മരുമകളെ വിളിച്ചു. മോളെ കൗസു. എന്താ അമ്മേ? എടി പെണ്ണെ, ആ കടപ്പുറത്ത് കിടക്കുന്ന കാർ എന്തൊരു കാറാടി പെണ്ണെ! അതിൽ നോക്കി പൊട്ടു തൊടാം, കണ്ണെഴുതാം, ഇങ്ങനൊരു കാർ ഇതേവരെ ഞാൻ കണ്ടിട്ടില്ല മോളെ. ശരിയാടി കുറമ്പി, ഞാനും ഇതേപോലൊരു കാറ് ഇതേവരെ കണ്ടിട്ടില്ല. അവരിങ്ങനെ കാറിന്റെ വർണ്ണന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദേ ഒരു കുതിരക്കുളം പിടിച്ചിട്ടുണ്ട്. ആ കുതിരവണ്ടി ഓടി ഓടി ഇങ്ങടുത്തെത്തിക്കഴിഞ്ഞു. ആ കുതിരവണ്ടിക്ക് കാത്തിരിക്കുന്ന സായിപ്പിനെ കണ്ടു. മയ്യഴി നാട്ടിലെ ഏറ്റവും സുമുഖനായ, ഏറ്റവും സുന്ദരനായ സായിപ്പ് ലെസ്ലി സായിപ്പ്. പുറമ്പിയമ്മയുടെ വീട്ടിന്റെ മുമ്പിൽ വന്ന ആ കുതിരവണ്ടി നിന്നു. കുതിരവണ്ടി നിന്നതും അദ്ദേഹം തന്റെ തല വെളിയിലേക്ക് നീട്ടി. അല്ല, ഇതാര്? സായിപ്പോ? അതെ അതെ, ഞാൻ തന്നെ. സായിപ്പിന് എന്തോ വേണം? എനിക്ക് വേണ്ടത് പറഞ്ഞാൽ കുറച്ച് പൊടി ഇഞ്ഞു തരൂ കുറമ്പി. പൊടിയോ? പൊടി, കുറച്ച് പൊടി ഇഞ്ഞു തരൂ കുറമ്പി. പൊടി തരുമോ, പൊടി തരുമോ, പൊടി തരുമോ, ഒരു നുള്ളു പൊടി നീ കൊണ്ടു തരുമോ? പൊടി തരുമോ, പൊടി തരുമോ, പൊടി തരുമോ, ഒരു നുള്ളു പൊടി നീ കൊണ്ടു തരുമോ? മനസ്സിന്റെ വേദന അകന്നു പോകാൻ, മന്മഥ ലഹരിയിൽ അലിഞ്ഞു ചേരാൻ. മനസ്സിന്റെ വേദന അലിഞ്ഞു പോകാൻ, മന്മഥ ലഹരിയിൽ അലിഞ്ഞു ചേരാൻ. കാണാത്ത ലോകങ്ങൾ കാണാൻ നീ എൻ്റെ കൈക്കുമ്പിളിൽ അല്പം പൊടി തരുമോ? കാണാത്ത ലോകങ്ങൾ കാണാൻ നീ എൻ്റെ കൈക്കുമ്പിളിൽ അല്പം പൊടി തരുമോ? പൊടി തരുമോ, പൊടി തരുമോ, പൊടി തരുമോ, ഒരു നുള്ളു പൊടി നീ കൊണ്ടു തരുമോ? ഒരു നുള്ളു പൊടി നീ കൊണ്ടു തരുമോ? പുറമ്പിയമ്മ ആനക്കൊമ്പിൽ തീർത്ത ആ പൊടി ഡപ്പി സായിപ്പിന് സമ്മാനിച്ചു. സായിപ്പ് കുറെ പൊടി കയ്യിൽ തട്ടിയിട്ട് ഏതാണ്ട് ഒരു 1/2 കിലോ പൊടി വരും അങ്ങ് പിടിപ്പിച്ചു. പൊടി വലിച്ച് സായിപ്പ് കിറങ്ങി അങ്ങ് ഇരുന്നു പോയി. സായിപ്പേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കൂ? എന്തോന്നാ കുറമ്പി? സായിപ്പ് ഒരു കാറ് വാങ്ങണം. മൂപ്പൻ സായിപ്പ് വാങ്ങിയതുപോലെ ഒരു കാറ് വാങ്ങണം. എനിക്ക് സഞ്ചരിക്കാൻ ഒരു കുതിരവണ്ടി ഉണ്ടല്ലോ, അത് പോരെ? പോരാ, സായിപ്പ് ഒരു കാറ് വാങ്ങണം. ശരി, കാറ് വാങ്ങാം. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കുറമ്പി? ഞാൻ വിളിച്ചാ സായിപ്പ് വരൂ? ചേടാ, വരാമെന്നല്ലേ പറഞ്ഞത്. സായിപ്പ് തന്റെ കുതിരവണ്ടിയിൽ ചാടിക്കേറി ആ കുതിരവണ്ടി പാഞ്ഞു പോകുന്നത് നാട് ഭരിക്കുന്ന ഭരണാധികാരി മൂപ്പൻ സാഹിബിന്റെ ബംഗ്ലാവിൽ. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞ് ഇരുട്ടിന് കട്ടികൂടി വരുമ്പോൾ മയ്യഴി നാട്ടിലെ മാതകത്തിടമ്പുകളായ നർത്തകിമാർ, സുന്ദരിമാർ സായിപ്പിന്റെ ബംഗ്ലാവിലെത്തും നൃത്തമാടാൻ, മദന കേളികൂടാൻ. മയ്യഴി നാട്ടിലെ മതിരാക്ഷികൾ മന്മഥ വിരുന്നുകൾ ഒരുക്കിയല്ലോ. മയ്യഴി നാട്ടിലെ മതിരാക്ഷികൾ മന്മഥ വിരുന്നുകൾ ഒരുക്കിയല്ലോ. മധുരാ ചഷകങ്ങൾ നിറച്ചുവല്ലോ, മതിരാക്ഷി വൃന്ദം മതിച്ചുവല്ലോ. മയ്യഴി നാട്ടിലെ മതിരാക്ഷികൾ മന്മഥ വിരുന്നുകൾ ഒരുക്കിയല്ലോ. കുറമ്പിയമ്മയ്ക്ക് ഓർമ്മയുള്ളത് ഈ സായിപ്പിനല്ല, ഈ സായിപ്പിന്റെ തന്ത സായിപ്പിനെ. ഒരു 6-6.5 അടി പൊക്കം വരും, ചുവന്ന് തുടുത്ത കണ്ണുകൾ, കൊമ്പൻ മീശ. ഒരു ദിവസം സായിപ്പ് തന്റെ സുഹൃത്തുക്കളുമൊത്ത് വീഞ്ഞുകടയിൽ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, എന്റെ മകൻ ലെസ്ലിക്കൊത്തൊരു പെണ്ണ് ഈ നാട്ടിൽ ജനിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല,
ഇല്ല. എന്നാൽ ലെസ്ലിക്കൊത്തൊരു പെണ്ണുണ്ടായി ആ നാട്ടിൽ. കച്ചവടത്തിന് വന്ന ഒരു സായിപ്പിന്റെ മകൾ. അവർ തമ്മിൽ നല്ല ചേർച്ചയായിരുന്നു. സ്ത്രീകളൊക്കെ പരസ്പരം പറയുകയാണ്, സായിപ്പിന് ഒത്ത മദാമ അല്ലോടി, സായിപ്പിനൊത്ത മദാമ, സായിപ്പിനൊത്ത മദാമയെന്ന നാട്ടുകാരെല്ലാം പുകഴ്ത്തിയല്ലോ, സായിപ്പിനൊത്ത മദാമയെന്ന നാട്ടുകാരെല്ലാം പുകഴ്ത്തിയല്ലോ. സ്വർണ്ണത്തലമുടിയുള്ള പെണ്ണ്, കരിനീല കണ്ണിണയുള്ള പെണ്ണ്, സ്വർണ്ണത്തലമുടിയുള്ള പെണ്ണ്, കരിനീല കണ്ണിണയുള്ള പെണ്ണ്. കൊറമ്പിയമ്മ വിവാഹിതയായി. ആ നാട്ടിലെ പ്രസിദ്ധനായ ഒരു ദുർമന്ത്രവാദി കേളുവച്ചൻ, അവർക്കൊരു പുത്രനുണ്ടായി, ദാമു. ലെസ്ലി സായിപ്പിന് 2 പുത്രന്മാരുണ്ടായി, അൽബേർ, ഗസ്തോൻ. മൂത്തവന്റെ പേര് അൽബേർ, ഇളയവന്റെ പേര് ഗസ്തോൻ. ഒരു ദിവസം കുറമ്പിയമ്മ പറഞ്ഞു, സായിപ്പേ, എന്റെ മകൻ ദാമുവിന് വയസ്സ് 20 അവനെ ഇനി ഇങ്ങനെ നിർത്തിയിരുന്നാൽ ഒക്കത്തില്ല. എന്നാ അവനെ എവിടെയെങ്കിലും കൊണ്ടങ്ങ് ഇരുത്തിയരാ. അതല്ല സായിപ്പേ, അവനെ കൊണ്ട് ഒരു വിവാഹം കഴിപ്പിക്കണം. അതാണ് മയ്യഴി നാട്ടിലെ ഏർപ്പാട്. 20 വയസ്സായാൽ ഉടനെ വിവാഹം കഴിപ്പിക്കണം. ആദ്യമായി ദാമുവിന്റെ വിവാഹമാണ് നടന്നത്. രണ്ടാമത് ഗസ്തോൻ സായിപ്പിന്റെ വിവാഹവും നടന്നു. മധുവിധു ആഘോഷിക്കുന്നതിനായി ഗസ്തോൻ സായിപ്പ് അങ്ങ് പോണ്ടിച്ചേരിയിലേക്കാണ് പോയത്. പോണ്ടിച്ചേരിയിൽ പോയി മധുവിധു ആഘോഷത്തിന് പോയ ഗസ്തോൻ സായിപ്പിനെ കാണുന്നില്ല. ഇതെന്ത് പറ്റി? 1-2 മാസം കഴിഞ്ഞിട്ടും അദ്ദേഹം തിരിച്ചു വരുന്നില്ല. അല്ല, ദേ വരുന്നു ഗസ്തോൻ സായിപ്പ്. ഒറ്റയ്ക്കാണല്ലോ വരവ്. എന്ത് പറ്റി സായിപ്പേ? പറയൂ, മദാമ്മ എന്തിയെ? മധുവിധു ആഘോഷിക്കാൻ കൂടെ കൊണ്ടുപോയ മദാമ്മ എന്തിയെ? സായിപ്പ് അതിനും ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹത്തിന്റെ താടി നീണ്ടു വളർന്നിരിക്കുന്നു, മുതുകല്ല് വളഞ്ഞു പോയിരിക്കുന്നു. പോണ്ടിച്ചേരിയിൽ നിന്ന് വന്ന ദിവസം സന്ധ്യാസമയത്ത് ഗസ്തോൻ സായിപ്പ് തന്റെ സ്വകാര്യ മുറിയിൽ കയറി ആ വാതിലുകൾ മുറുകെ മുറുകെ ബന്ധിച്ചു. പിന്നീട് ആ വാതിലുകൾ ഒരിക്കലും തുറക്കപ്പെട്ടില്ല. സൂര്യപ്രകാശമേൽക്കാതെ വിളറി വിവശമായ ശരീരം, താടി നീണ്ടു വളർന്നിരിക്കുന്നു, മുടി തോളോളം വളർന്നു താണു, വിഷാദത്തിന്റെ വിളക്കുകളായ കണ്ണുകൾ. ഒരു ദിവസം അർദ്ധരാത്രി സമയത്ത് എല്ലാ ജീവജാലങ്ങളും സുഷുപ്തിയിലാണ്ട് കഴിയുന്ന ആ സമയത്ത് ഗസ്തോൻ സായിപ്പിന്റെ സ്വകാര്യ മുറിയിൽ നിന്നും ശോകസാന്ദ്രമായ ഒരു ഗിത്താറിന്റെ സംഗീതം പുറത്തേക്ക് ഒഴുകി വന്നു. ഒരു സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു ഷണ്ണന്റെ ഗാനമായിരുന്നു അത്. ഒരു പുരുഷന്റെ കഴിവുകേടിന്റെ ഗാനം. ഞാനിതുവരെ പറഞ്ഞത് ഈ കഥയുടെ ഒരു പശ്ചാത്തലമാണ്. ഇങ്ങനെ മയ്യഴി നാട്ടിലെ ജനങ്ങളുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്ന സായിപ്പന്മാർക്കെതിരെയാണ് മയ്യഴിയിലെ ചോരത്തിളപ്പുള്ള ചെറുക്കപ്പക്കാർ ആയുധമെടുത്ത് തടരാടാൻ തുനിഞ്ഞത്. ആ സമര ചരിത്രത്തിന്റെ കഥയാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥ. പാതിരാ കോഴികൂവി. മയ്യഴിയിലാകെ നേർത്ത കുരുട്ട് ബാധിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചാൽ അരണ്ട വെളിച്ചത്തിൽ ദേ ഒരു കുടില് കാണുന്നില്ലേ? അങ്ങടുത്തായി മേഞ്ഞു നാളേറെയായി നിറം മങ്ങിപ്പതിഞ്ഞു പാടുമാടം. അങ്ങടുത്തായി മേഞ്ഞു നാളേറെയായി നിറം മങ്ങിപ്പതിഞ്ഞു പാടുമാടം. കാണാം ചെറുതായി അകലെ നിന്നാലൊരു ഉണർന്ന പോലെ വയൽ വരമ്പിൽ. കാണാം ചെറുതായി അകലെ നിന്നാലൊരു ഉണർന്ന പോലെ വയൽ വരമ്പിൽ. വൃത്തവും കോണും ചതുരവുമല്ലതിൽ എത്തി നോക്കിയിട്ടില്ല ശില്പിതന്ത്രം. വൃത്തവും കോണും ചതുരവുമല്ലതിൽ എത്തി നോക്കിയിട്ടില്ല ശില്പിതന്ത്രം. വണ്ണം കുറഞ്ഞൊരു 2 ചൺപൊക്കത്തിൽ മണ്ണു ചുവരുണ്ടകത്തു ചുറ്റും. വണ്ണം കുറഞ്ഞൊരു 2 ചൺപൊക്കത്തിൽ മണ്ണു ചുവരുണ്ടകത്തു ചുറ്റും.
ആ കുടിലിന്റെ ഉമ്മറത്തിണ്ണയിൽ ആരോ കിടന്നുറങ്ങും. അല്ല, ഇത് നമ്മുടെ കുറമ്പിയമ്മയുടെ മകൻ ദാമു അല്ലേ? ഇവൻ എന്തിനായി ഉമ്മറത്തിണ്ണയിൽ വന്ന് കിടക്കുന്നത്? കാര്യമുണ്ട്, കാര്യമായ കാര്യമുണ്ട്. അവന്റെ ഭാര്യ കൗസുക്കുട്ടിക്ക് മാസം തികഞ്ഞിരിക്കുക. ഭാര്യമാർക്ക് മാസം തികഞ്ഞാൽ ഭർത്താക്കന്മാരുടെ ഉറക്കം പുറംപോക്കിലാണല്ലോ. ശ്രദ്ധിച്ചാൽ ആ ചെറ്റപ്പുരയ്ക്കകത്തു നിന്നും ഒരു സ്ത്രീയുടെ അടക്കിപ്പിടിച്ച കരച്ചിൽ കേൾക്കാം. അമ്മേ, അയ്യോ അമ്മേ, ഇടാ മക്കളെ, ദാമു തുടങ്ങിയടാ. എന്തോ തുടങ്ങി? സിനിമ തുടങ്ങിയോ? പോയി വയറ്റാട്ടി വിളിച്ചോണ്ട് വാടാ മക്കളെ. ദാമു ഓടിപ്പോയി വയറ്റാട്ടി വിളിച്ചോണ്ട് വന്നു. അന്ന് ഇന്നത്തെ പോലെ ഈ ഗൈനക്കോളജിസ്റ്റുകളൊന്നും ഇല്ലല്ലോ. വയറ്റാട്ടി വന്നു, മുറിയിൽ പ്രവേശിച്ചു. ആ മുറിയുടെ വാതിലുകൾ അടഞ്ഞു. ഉത്കണ്ഠാകുലമായ നിമിഷങ്ങൾ തള്ളി നിൽക്കുകയാണ്. സമയം ഏതാണ്ട് പ്രഭാതത്തോടടുക്കാറായപ്പോൾ ആ ചെറ്റപ്പുരയ്ക്കകത്തു നിന്നും ഒരു കുഞ്ഞിന്റെ ബലഹീനമായ കരച്ചിൽ പുറത്തേക്ക് ഒഴുകി വന്നു. ഒരു തുമ്പി കൂടി, ഒരു ആത്മാവ്, ഒരു തുമ്പി കൂടി മയ്യഴി നാട്ടിലേക്ക് പറന്നെത്തിയിരിക്കുകയാണ്. ഒരു തുമ്പി കൂടി പറന്നു വന്നു, വെള്ളിയാങ്കല്ലിൽ നിന്നോടി വന്നു. ഒരു തുമ്പി കൂടി പറന്നു വന്നു, വെള്ളിയാങ്കല്ലിൽ നിന്നോടി വന്നു. മയ്യഴി മണ്ണിൽ പിറന്നു വീണു, കരളിൽ കുളിര് ചൊരിഞ്ഞു നിന്നു. മയ്യഴി മണ്ണിൽ പിറന്നു വീണു, കരളിൽ കുളിര് ചൊരിഞ്ഞു നിന്നു. മയ്യഴി നാട്ടിലെ ജനങ്ങളുടെ ഒരു വിശ്വാസമാണത്. മയ്യഴിപ്പുഴയുടെ തീരത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു കല്ലുണ്ട്. അതിന്റെ പേരാണ് വെള്ളിയാങ്കല്ല്. ആ വെള്ളിയാങ്കല്ലിന് ചുറ്റും എപ്പോഴും ആത്മാവുകൾ തുമ്പികളെ പോലെ ഇങ്ങനെ പാറി പാറി പറന്ന് പറന്ന് നടക്കും. മയ്യഴി നാട്ടിൽ ജനനം സംഭവിക്കുമ്പോൾ ഒരു തുമ്പി പറന്ന് മയ്യഴി നാട്ടിലേക്ക് വരും. മരണം സംഭവിക്കുമ്പോൾ തുമ്പി പറന്ന് വെള്ളിയാങ്കല്ലിലേക്ക് ചെന്നു ചേരും. അങ്ങനെ ജനന മരണങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമാണ് വെള്ളിയാങ്കൽ. ഇവിടെ ദാമുവിന്റെയും കൗസുവിന്റെയും മകനായി ഒരു തുമ്പി കൂടി ആ വീട്ടിലേക്ക് പറന്നെത്തിയിരിക്കുന്നു. അതാണ് നമ്മുടെ കഥാനായകൻ ദാസൻ. ഒരു തുമ്പി കൂടി പറന്നു വന്നു, വെള്ളിയാങ്കല്ലിൽ നിന്നോടി വന്നു. ഒരു തുമ്പി കൂടി പറന്നു വന്നു, വെള്ളിയാങ്കല്ലിൽ നിന്നോടി വന്നു. മയ്യഴി മണ്ണിൽ പിറന്നു വീണു, കരളിൽ കുളിര് ചൊരിഞ്ഞു നിന്നു. മയ്യഴി മണ്ണിൽ പിറന്നു വീണു, കരളിൽ കുളിര് ചൊരിഞ്ഞു. ദാസൻ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുകയാണ്. അന്നൊരു അവധി ദിവസമായിരുന്നു. പൊടി വലിക്കുന്ന കുറമ്പിയമ്മ അവനെ മടിയിലിരുത്തി പല വിധത്തിലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. യക്ഷികളുടെ കഥകൾ, ഗന്ധർവന്മാരുടെ കഥകൾ, മാടൻ, മറുത, നെരിപ്പോട് മാടൻ, ചുടലമാടൻ എന്നു വേണ്ട സകലമാന മാടന്മാരുടെയും കഥകൾ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ യക്ഷിക്കഥകളുടെ സുന്ദരമെങ്കിലും ഭീകരമായ അന്തരീക്ഷത്തിൽ ദാസൻ വളർന്ന് വലുതാകുന്നു. ഒരു ദിവസം ദാസനും അവന്റെ സഹോദരിയുമായി സ്കൂളിലേക്ക് അങ്ങനെ നടന്നു പോവുകയാണ്. റോഡെ അങ്ങനെ പോകുമ്പോൾ അവന്റെ സമീപത്തൊരു കുതിരവണ്ടി വന്ന് നിന്നു. അവൻ ശ്രദ്ധിച്ചു, ആ കുതിരവണ്ടിക്കകത്തിരിക്കുന്നത് ആരാ? മാസ്റ്റർ, തന്റെ ക്ലാസ് ടീച്ചർ കുഞ്ഞനന്തൻ മാസ്റ്റർ. തന്റെ ക്ലാസ് ടീച്ചർ മാത്രമല്ല, മയ്യഴി നാട്ടിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവ് കൂടിയാണ് കുതിരവണ്ടിക്കകത്തിരിക്കുന്ന കുഞ്ഞനന്തൻ മാസ്റ്റർ. അദ്ദേഹം ഹൃദ്രോഗിയാണ്. 1-2 ചുവട് നടന്നാൽ അണയ്ക്കും. അതുകൊണ്ട് കുതിരവണ്ടിയിലാണ് ദിവസവും സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും. മാഷിനെ കണ്ടുമുട്ടിയ ദിവസം മുതൽ ഗിരിജയും ദാസനും മാഷിന്റെ കുതിരവണ്ടിയിലായി സ്കൂളിലേക്ക് പോക്കും വരും. അന്ന് ആദ്യമായിട്ടാണ് ദാസൻ കുഞ്ഞനന്തൻ മാസ്റ്ററുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. പഴയ ഒരു തറവാട്. അവിടെ അങ്ങ് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അല്ലതാ ഇറങ്ങി വരുന്നു, പാദസരം കിലുക്കിക്കൊണ്ട് പാവാടക്കാരിയ ഒരു കൊച്ചുകുട്ടി ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നിട്ട് ഒറ്റ അക്ഷരം പോലും മിണ്ടാതെ അവൾ പൊയ്ക്കളഞ്ഞു. അല്ല നോക്കണേ, എങ്കിലും ആള് ഒരു കൊച്ചു സുന്ദരിയാണ്. പാദസരങ്ങൾ കിലുക്കി പാവാടക്കാരി അകന്നു പോയി. പാദസരങ്ങൾ കിലുക്കി
പാടക്കരിയകന്നു പോയി. ഒന്നുരിയാടാൻ തുടിച്ചില്ല ചുണ്ടുകൾ മന്ദസ്മിതത്തിൽ അമർന്നുപോയി. ഒന്നുരിയാടാൻ തുടിച്ചില്ല ചുണ്ടുകൾ മന്ദസ്മിതത്തിൽ അമർന്നുപോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ മധ്യവയസ്കയായ ഒരു സ്ത്രീ ഇറങ്ങി വരുന്നു. പാദസരങ്ങൾ കിലുക്കിക്കൊണ്ട് കടന്നുപോയ ആ പെൺകുട്ടിയുടെ അമ്മ ലീല ചേച്ചി, സുഖമില്ലാത്ത കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ ചേച്ചി ലീല ചേച്ചി. കണക്കിലുള്ള ചില സംശയങ്ങൾ തീർക്കാനാണ് ദാസൻ മാസ്റ്ററുടെ വീട്ടിലേക്ക് ചെന്നത്. കണക്കിലുള്ള എല്ലാ സംശയങ്ങളും മാസ്റ്റർ തീർത്തു കൊടുത്തു. പോകാൻ നേരത്ത് നക്ഷത്ര തിളക്കമുള്ള ആ രണ്ട് കണ്ണുകൾ അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ സുന്ദരിയുടെ പേരും അവൻ മനസ്സിലാക്കി. രൂപം പോലെ തന്നെ മനോഹരമായ പേര്, ചന്ദ്രിക. നാട്ടിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നിസ്സഹകരണ പ്രസ്ഥാനം കൂടുതൽ കരുത്താർജിച്ചു. ആചാര്യ വിനോബ ഭാവ ജയിലിൽ അടയ്ക്കപ്പെട്ടു. സുഭാഷ് ചന്ദ്രബോസിന്റെ കീഴിലുള്ള കോൺഗ്രസിന്റെ ഇടതുപക്ഷം ശക്തി പ്രാപിച്ചു. എങ്ങും മുദ്രാവാക്യം വിളികൾ, മാർച്ചുകൾ, പിക്കറ്റിങ്ങുകൾ. സ്വാതന്ത്ര്യം, ജന്മാവകാശം, സ്വാതന്ത്ര്യം നമ്മുടെ ലക്ഷ്യം, സ്വാതന്ത്ര്യം, ജന്മാവകാശം, സ്വാതന്ത്ര്യം നമ്മുടെ ലക്ഷ്യം. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം, ജനിച്ച നാടിന്റെ സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം, ജനിച്ച നാടിന്റെ സ്വാതന്ത്ര്യം. സ്വപ്നം കണ്ടവർ യുവജന കോടികൾ രണാങ്കണത്തിൽ പടരുകയാ. വിവരമറിഞ്ഞോ? എന്തോന്ന് വിവരം? വിവരമറിയണമെങ്കിൽ പത്രം വായിക്കണം. അന്നത്തെ പത്രത്തിന്റെ മുഖ പേജിൽ ദാസന്റെ ഫുൾ സൈസ് ഫോട്ടോ. ദാസൻ മയ്യഴി നാട്ടിൽ ഒന്നാമനായി പാസ്സായിരിക്കും. മൂപ്പൻ സാഹിബ് ഒരു ദൂതനെ അയച്ച് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ദാസനെ ഉപരിപഠനത്തിനായി പോണ്ടിച്ചേരിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ദാസന് വളരെ അഭിമാനം തോന്നി. സർക്കാർ ചെലവിൽ താൻ പോണ്ടിച്ചേരിയിൽ പഠിക്കാൻ പോകുന്നു. ദാസൻ അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം, ദാസേട്ടാ, ദാസേട്ടൻ പോണ്ടിച്ചേരിയിൽ പോയ കത്തയക്കുമോ ദാസേട്ടാ? കരച്ചിലുമായിട്ടാണല്ലോ വരേണ്ടത്. എന്താ പെണ്ണേ? കത്തയക്കുമോ ചേട്ടൻ, എത്ര ദൂരത്താകിലും കത്തും ഹൃദന്തവുമായി കാത്തിരിക്കും. കത്തയക്കുമോ ചേട്ടൻ, എത്ര ദൂരത്താകിലും കത്തും ഹൃദന്തവുമായി കാത്തിരിക്കും, കാത്തിരിക്കും, കാത്തിരിക്കും. നല്ല കാര്യം. സർക്കാർ ചെലവിൽ ലവ് ലെറ്റർ അയക്കാനോ? അന്ന് ഈ SMS ഒന്നുമില്ലല്ലോ. ആർക്കു ഞാൻ അയക്കേണം കത്തുകളോ മലാളെ, കാത്തുകാത്തിരിക്കുന്ന താരയെന്നോതിടാമോ? ആർക്കു ഞാൻ അയക്കേണം കത്തുകളോ മലാളെ, കാത്തുകാത്തിരിക്കുന്ന താരയെന്നോതിടാമോ? ദാസേട്ട സത്യം പറയണം. ദാസേട്ടൻ പോയി കഴിഞ്ഞാൽ എന്നെ മറക്കുമോ? ദാസേട്ടൻ സത്യം പറയണം. കോളേജ് പൂട്ടിക്കഴിഞ്ഞ് എന്റെ അടുത്തെത്തിടുവാൻ താമസിക്കല്ലേ, ഒട്ടും വിസ്മരിച്ചിടരുതേ. കോളേജ് പൂട്ടിക്കഴിഞ്ഞ് എന്റെ അടുത്തെത്തിടുവാൻ താമസിക്കല്ലേ, ഒട്ടും വിസ്മരിച്ചിടരുതേ. ചന്ദ്രികേ, നിന്നെ എനിക്ക് വിസ്മരിക്കാൻ ഒക്കുമോ? നീ എന്റെ സർവസ്വമല്ലേ, എന്റെ സ്വന്തമല്ലേ, എന്റെ എല്ലാമല്ലേ. വന്നെത്തുമൊരിക്കൽ ഞാൻ നിന്നന്തരംഗത്തിലെ സുന്ദര ശ്രീകോവിലിൽ ദേവനായ ആരാധ്യനായി. വന്നെത്തുമൊരിക്കൽ നിന്നന്തരംഗത്തിലെ സുന്ദര ശ്രീകോവിലിൽ ദേവനായ ആരാധ്യനായി. കത്തയക്കുമോ ചേട്ടൻ, എത്ര ദൂരത്താകിലും കത്തും ഹൃദന്തവുമായി കാത്തിരിക്കും, കാത്തിരിക്കും, കാത്തിരിക്കും. ദാസന് പോണ്ടിച്ചേരിയിലേക്ക് പോകേണ്ട ദിവസം വന്നെടുത്തു. തന്നെ വളർത്തി വലുതാക്കിയ, തനിക്ക് വ്യക്തിത്വം നൽകിയ ആ കുടിലിന്റെ മുമ്പിൽ വന്നവൻ തന്റെ അച്ഛൻ, തന്റെ അച്ഛാമ്മ, തന്റെ അമ്മ, തന്റെ പ്രിയപ്പെട്ട സഹോദരി, ഇവരെല്ലാം നിറകണ്ണുകളോടെ ദാസന് യാത്രാനുമതി നൽകുന്നു. യാത്ര ചോദിക്കുന്നു ഞാൻ,
എൻ പ്രിയ പരിസരമേ, യാത്ര ചോദിക്കുന്നു ഞാൻ ബന്ധുമിത്രാദികളെ, യാത്ര ചോദിക്കുന്നു ഞാൻ മയ്യഴിത്തിരകളെ, യാത്ര ചോദിക്കുന്നു ഞാൻ രാമകല്ലോലങ്ങളെ, യാത്ര ചോദിക്കുന്നു ഞാൻ. ദാസൻ ഉപരിപഠനാർത്ഥം പോണ്ടിച്ചേരിയിലേക്ക് പോയി. മാസങ്ങൾ കഴിഞ്ഞു. ഉപരിപഠനം കഴിഞ്ഞ് ദാസൻ പോണ്ടിച്ചേരിയിൽ നിന്നും തിരിച്ചു വരുന്നു. തിരിച്ചു നടന്നു വരുന്ന വഴിക്ക് മൂപ്പൻ സാഹിബിന്റെ ബംഗ്ലാവിന്റെ മുമ്പിൽ എത്തിയപ്പോൾ സാഹിബിന്റെ ഒരു ഭൃത്യൻ ഒരു കവർ കൊണ്ടു കൊടുത്തു. ആ കവർ പൊട്ടിച്ച് ദാസൻ വായിച്ചു. താങ്കളുടെ വിജയത്തിൽ ഈ നാട് വീണ്ടും അഭിമാനം കൊള്ളുന്നു. താങ്കൾ ഒന്നാമതായി പാസ്സായതിൽ വീണ്ടും ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇനി പഠിക്കണമെങ്കിൽ പാരീസിലേക്ക് പോകാം. അതല്ല, നാട്ടിലൊരു ജോലിയാണ് ആവശ്യമെങ്കിൽ ഇവിടെ ഒരു ജോലി തരപ്പെടുത്തി തരാം. എന്തു വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കൂ. അഭിമാനത്തോടുകൂടി ദാസൻ അങ്ങനെ നടന്നു വരുമ്പോൾ പിന്നിലൊരു ശബ്ദം, ദാസേട്ടാ. ചന്ദ്രിക, താൻ പ്രതീക്ഷിച്ച ശബ്ദം. ചന്ദ്രികെ, നീ അങ്ങ് വലുതായല്ലോ. നീ ഒരു കവിത പോലെ സുന്ദരിയായിരിക്കുന്നല്ലോ. ആദിയഴിഞ്ഞു കിടക്കും മുടിച്ചാർത്തിൽ ലോലമായൊന്നു തലോടാൻ കൊതിച്ചവൻ, പാതിയഴിഞ്ഞു കിടക്കും മുടിച്ചാർത്തിൽ ലോലമായൊന്നു തലോടാൻ കൊതിച്ചവൻ, കാലമവളിൽ അണിയിച്ച ഭംഗികൾ മോഹമായൊന്നു ഉകരാൻ ശ്രമിച്ചവൻ, കാലമവളിൽ അണിയിച്ച ഭംഗികൾ മോഹമായൊന്നു ഉകരാൻ ശ്രമിച്ചവൻ, പാതിയഴിഞ്ഞു കിടക്കും മുടിച്ചാർത്തിൽ ഓലമായൊന്നു തലോടാൻ കൊതിച്ചവൻ. ദാസേട്ടൻ എനിക്ക് വേണ്ടി എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? നിനക്ക് വേണ്ടി ഞാൻ ഒരു വലിയ കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തോന്നാ ആ വലിയ കാര്യം? മറ്റൊന്നുമല്ല, എൻ്റെ ഹൃദയം. ഹൃദയം എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണല്ലോ അർത്ഥം. ഈ ഹൃദയത്തിനെ പറ്റി പറഞ്ഞപ്പോൾ പണ്ട് റോമൻ നാട്ടിൽ നടന്ന ഒരു നാടോടി കഥ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഒരമ്മയ്ക്ക് ഒരു മകനുണ്ടായിരുന്നു. ഒറ്റ മകനായതുകൊണ്ട് അവനെ കൂടുതൽ സ്നേഹിച്ച് ലാളിച്ച് വളർത്തി. പണ്ടൊരമ്മ, റോമൻ നാട്ടിലൊരമ്മ, അമ്മയ്ക്കുണ്ടൊരു പൊന്മകൻ, അമ്മയ്ക്കവനല്ലോ ഏകമകൻ. പണ്ടൊരമ്മ, റോമൻ നാട്ടിലൊരമ്മ, അമ്മയ്ക്കുണ്ടൊരു പൊന്നുമകൻ, അമ്മയ്ക്കവനല്ലോ ഏകമകൻ. അവനൊന്നൊരു കൊച്ചുകുട്ടിയല്ല, അവനൊന്നൊരു യുവാവായി തീർന്നിരിക്കുക. യുവാവായി തീർന്നപ്പോൾ അത് സംഭവിച്ചു. എന്തൊന്നാണ് ഈ അത്? യുവാവായി തീരുമ്പോൾ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെ സംഭവിച്ചത്. ഇതാ, അവന്റെ ഹൃദയം കവർന്നെടുത്തു അതുല്യയായൊരു സുന്ദരി, അവന്റെ ഹൃദയം കവർന്നെടുത്തു അതുല്യയായൊരു സുന്ദരി. ഉടുരാജമുഖി, മൃഗരാജകടി, ഗജരാജ വിരാജിത മന്ദഗതി എന്നൊക്കെ പഴയ കവികൾ പാടിയിട്ടില്ലേ? അതിനേക്കാളും വല്ലാത്ത ഗതി. അവന്റെ ഹൃദയം കവർന്നെടുത്തു അതുല്യയായൊരു സുന്ദരി, അവന്റെ ഹൃദയം കവർന്നെടുത്തു അതുല്യയായൊരു സുന്ദരി. അവളുടെ രൂപം മധുരതരം, ഹൃദയം ക്രൂരകരാളതരം. അവളുടെ രൂപം മധുരതരം, ഹൃദയം ക്രൂരകരാളതരം. ഒരു ദിവസം കാമുകി തന്റെ കാമുകനോട് ചോദിച്ചു, കാമുക, എനിക്ക് ഒരു സമ്മാനം തരുമോ? എന്താണ് ഓമനെ നിനക്ക് വേണ്ടത്? പറയൂ, എന്ത് വേണമെങ്കിലും തരൂ. തരാമല്ലോ, പറയൂ. വിലയേറുന്നൊരു സമ്മാനം നീ എനിക്കു നൽകണം അതിവേഗം, വിലയേറുന്നൊരു സമ്മാനം നീ എനിക്കു നൽകണം അതിവേഗം. എന്താണെന്ത
തങ്കം, നിനക്ക് വേണ്ടുന്ന സമ്മാനം. എന്താണ് എന്റെ പൊന്നേ നിനക്ക് വേണ്ടുന്ന സമ്മാനം? ഞാൻ പറയട്ടെ, പറയൂ, എനിക്കത് കേൾക്കാൻ തിടുക്കമായി. പറയൂ ഓമനെ, പറയൂ. എനിക്ക് വേണ്ടുന്നത് അങ്ങയുടെ അമ്മയുടെ ഹൃദയം. എന്ത്? അമ്മയുടെ ഹൃദയം. ഒരു നിമിഷം മനുഷ്യബന്ധങ്ങൾ മറന്നു, സ്നേഹത്തിന്റെ ഉദാത്ത ഭാവങ്ങൾ മറന്നു. അതെനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങളെ ഇനി എനിക്ക് കാണുകയും വേണ്ട. നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. കാമുകൻ വിഷണ്ണനായി അദ്ദേഹം തന്റെ വീട്ടിലെത്തി. 10 മാസം തന്നെ നൊന്തു നോറ്റ് പ്രസവിച്ച് വളർത്തി ഈ നിലയിലാക്കിയ അമ്മ പാവം കട്ടിലിൽ ശാന്തയായി കിടന്നുറങ്ങും. പിന്നൊന്നും ആലോചിച്ചില്ല. ഊരി പിടിച്ചൊരു കഠാര, ആ കഠാര അമ്മയുടെ മാറിലേക്ക് കുത്തിയിറക്കി. ആ ഹൃദയം വലിച്ചു പറിച്ചെടുത്തു. അതും കൊണ്ട് അവൻ കാമുകിയുടെ അടുത്തേക്ക് ഓടുകയാണ്. ഓടുന്ന മാത്രയിൽ വഴിയിലുള്ള ഒരു വൃക്ഷത്തിന്റെ വേരിൽ തട്ടി അവൻ ദൂരേക്ക് തെറിച്ചു വീണു. വെച്ച് അവിടെ നിന്ന് എണീറ്റ് ആ ഹൃദയം കയ്യിലെടുത്തു. അപ്പോഴും തുടുപ്പ് മാറിയിട്ടില്ലാത്ത ആ ഹൃദയം, ആ അമ്മയുടെ ഹൃദയം ഈ ക്രൂര പ്രവൃത്തി ചെയ്ത മകനോട് ചോദിക്കുകയാണ്, വല്ലതും പറ്റിയോ പൊന്നുമോനെ വീണു, നിന്റെ പൂമയ്യ് മുറിഞ്ഞു പോയോ, വേദനിച്ചോ നിനക്കൽപ്പമെന്നാകിലും പാടെ തകർന്നു പോ മൽഹൃദം. അതാണ് അമ്മയുടെ സ്നേഹം. അതാണ് ഉദാത്ത സ്നേഹം. അതാണ് ഉത്കൃഷ്ടമായ സ്നേഹം. ദാസേട്ട, അങ്ങയുടെ ആ ഹൃദയം എന്നും എന്റേത് മാത്രമായിരിക്കുമോ എന്ന് വിശ്വസിക്കൂ ചന്ദ്രികെ. ദാസൻ തന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ദാസൻ വീട്ടിലെത്തി. അവിടെ ഒരു ഉത്സവ ലഹരിയാണ്. ഉത്സവ ലഹരി, സന്തോഷം, സൗഹൃദ സംഭാഷണം, എന്തെല്ലാം ആഘോഷങ്ങൾ. ദേ ദാമുറേറ്റർ കടന്നു വരുന്നു. മോനെ ദാസ, സായിപ്പ് ജോലി തരാമെന്ന് പറഞ്ഞല്ലേ? അതും മതിയടാ മക്കളെ. അച്ഛാ, സായിപ്പ് തരാമെന്ന് പറഞ്ഞ ജോലി എത്ര ഉയർന്ന ശമ്പളത്തിലുള്ള ജോലിയാണെങ്കിലും എനിക്കത് വേണ്ട അച്ഛാ, വേണ്ട മോനെ. ദാമുറേറ്റർ ബോധമറ്റു വീണു. എത്ര പെട്ടെന്നാണ് എല്ലാം സംഭവിച്ചത്. സന്തോഷത്തിന്റെ ലഹരിയിലായിരുന്ന ആ വീട് ഇന്നൊരു ശ്മശാന മൂകതയിലായി. അവിടെ ആരും തമ്മിൽ സംസാരിക്കാറില്ല. ആ വീട്ടിൽ നിന്ന് ഒച്ചപ്പാടുകൾ പുറത്തു കേൾക്കുന്നില്ല. പുറത്ത് ഇടിയും മഴയും, തകർത്ത മഴ പെയ്യുന്നു. അനഞ്ഞു കുളിച്ച മട്ടിൽ ചന്ദ്രിക വന്നു നിൽക്കുന്നു. ദാസേട്ട, അമ്മാവൻ അസുഖം കൂടുതലാണ്, തീരെ കൂടുതലാണ്. ദാസേട്ടനെ കാണണമെന്ന്. ദാസൻ പെട്ടെന്ന് മാസ്റ്ററുടെ വീട്ടിലെത്തി. അദ്ദേഹം കിടന്നിരുന്ന ആ കയറ്റുകെട്ടലിനോട് ചേർന്നിരുന്നു. ദാസ, നീ വന്നോടാക്കുന്നു. ഞാൻ എന്റെ അവസാന നിമിഷങ്ങളോട് അടുക്കുകയാണ്. ഞാൻ ഇന്നേവരെ കൈവീശി ഒന്നും നടന്നിട്ടില്ല. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പോലും സ്പർശിച്ചിട്ടില്ല. സന്തോഷഭരിതമായിരുന്നു എന്റെ ജീവിതം. മരണത്തിന് മാത്രമേ എന്റെ സന്തോഷത്തെ കെടുത്താനാവൂ. മാഷുരുടെ നെഞ്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് നുരയും പതയും പുറത്തേക്ക് ഒഴുകുന്നു. മാസ്റ്ററെ, അങ്ങേ ഈ വിധത്തിൽ കാണാൻ എനിക്കാവില്ല. അങ്ങനെ സംസാരിക്കരുത്, അങ്ങനെ സംസാരിക്കരുത്. മാസ്റ്ററെ, മാസ്റ്ററെ, മാസ്റ്ററെ. രക്തനക്ഷത്രം പൊലിഞ്ഞു പോയി, ഒരു വിപ്ലവജ്വാല എരിഞ്ഞടങ്ങി. രക്തനക്ഷത്രം പൊലിഞ്ഞു പോയി, ഒരു വിപ്ലവജ്വാല എരിഞ്ഞടങ്ങി. മയ്യഴിപ്പുഴയുടെ തീരത്തു നിന്നൊരു മനുഷ്യ സ്നേഹി അകന്നു പോയി. മയ്യഴിപ്പുഴയുടെ തീരത്തു നിന്നൊരു മനുഷ്യ സ്നേഹി അകന്നു പോയി. സ്വാതന്ത്ര്യ സമര സങ്കേതം. 4 നേതാക്കൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ദാസൻ, കണാരേട്ടൻ, വാസൂട്ടി, പപ്പൻ. പപ്പൻ ഉടൻ വിപ്ലവകാരിയാണ്. വെട്ടൊന്ന് തുണ്ടൻ 2. ഇതാണ് പപ്പന്റെ ശൈലി.
വിയർത്ത് കുളിച്ച മട്ടിലാണ് ദാസൻ ചന്ദ്രികയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നത്. പുറത്ത് ആരെയും കാണുന്നില്ല. വേലക്കാരി നിന്ന് മുറ്റമടിക്കുന്നു. അവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ചന്ദ്രിക കുളിമുറിയിലാണ്. ചന്ദ്രികെ, അയ്യോ, ആര്? ദാസേട്ടനോ? എനിക്ക് ഒരു മീറ്റിങ്ങിന് പോകണമെന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ചന്ദ്രികയെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചേട്ടാ, ഒരു നിമിഷം, ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുക, ഒരു നിമിഷം. അതാ കുളിമുറിയുടെ വാതിൽ മെല്ലെ മെല്ലെ തുറക്കപ്പെട്ടു. കാച്ചിയ എണ്ണയുടെയും വാസന സോപ്പിന്റെയും വല്ലാത്ത സുഗന്ധം അവന്റെ മൂക്കിലേക്ക് തുളച്ചു. കാച്ചിയ എണ്ണയും വാസന സോപ്പും, കാച്ചിയ എണ്ണയും വാസന സോപ്പും സൗഗന്ധപൂരം പരത്തി. കാച്ചിയ എണ്ണയും വാസന സോപ്പും സൗഗന്ധപൂരം പരത്തി. ഏതോ നട തുറന്നെത്തുന്ന ദേവി പോൽ പൂമേനിയായവളെത്തി. ഏതോ നട തുറന്നെത്തുന്ന ദേവി പോൽ പൂമേനിയായവളെത്തി. മുക്തമഴിഞ്ഞു കിടക്കും തലമുടി തുമ്പിൽ നിറം കൊഴിഞ്ഞു വീണു. മുക്തമഴിഞ്ഞു കിടക്കും തലമുടി തുമ്പിൽ നിറം കൊഴിഞ്ഞു വീണു. ചന്ദ്രികയോട് യാത്രയും പറഞ്ഞ് ദാസൻ അതിർത്തി പ്രദേശത്തേക്ക് കടക്കാൻ ഒരുമ്പിടുന്നു. ആ സമയത്ത് ആ റോഡിൽ ഒരു ജനക്കൂട്ടം. അവിടെ ആളുകൾ കൂടി നിൽക്കുകയാണ്. നെടുകെ പിളർന്ന ഷർട്ടുമായി, കയ്യിൽ ചോര വാർന്നൊലിക്കുന്ന കഠാരയുമായി പപ്പൻ പിടഞ്ഞെഴുന്നേറ്റു. പപ്പൻ മയ്യഴി നാട്ടിലെ ഉയർന്ന പോലീസ് കമ്മീഷണറെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നു. പോലീസ് പോലീസ് അവിടെ വലയം ചെയ്യുന്നു. ഇനി ഇവിടെ നിന്നാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് പപ്പൻ പെട്ടെന്ന് പോണ്ടിച്ചേരിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പോലീസ് കമ്മീഷണറെ കുത്തി കൊലപ്പെടുത്തിയ സംഭവം നാട്ടിൽ വല്ലാത്ത കോളിളക്കം സൃഷ്ടിച്ചു. ദാസൻ സ്ഥലത്തില്ല എങ്കിലും ഒന്നാം പ്രതിയാക്കി കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. ദാസനെ കിട്ടാത്ത വിരോധം പാവം ദാമു റൈറ്ററെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. 1948 ജൂലൈ 15 ഒരു സംഘം ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജാഥയായി മൂപ്പൻ സാഹിബിന്റെ ഓഫീസ് മുറിയിലേക്ക് പാഞ്ഞു പോവുകയാണ്. പ്രായപൂർത്തിയായ എല്ലാ ആളുകൾക്കും വോട്ടവകാശം ലഭ്യമാകണം. ഒരു നൂറ്റാണ്ടുകളായി, ഒരു വ്യാഴവട്ട കാലമായി അവിടെ കുമിഞ്ഞുകൂടിയിരുന്ന കാർഡുകൾ വലിച്ച് വെളിയിലേക്ക് എറിഞ്ഞു. അടിമത്തത്തിന്റെ, പാരതന്ത്ര്യത്തിന്റെ, സ്വേച്ഛാധിപത്യത്തിന്റെ കൊടി വലിച്ച് വെളിയിലേക്ക് എറിഞ്ഞു. പകരം അവിടെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു കൊടി നാട്ടി. ഇതെല്ലാം കണ്ടു ഭയന്നു വിറച്ച മൂപ്പൻ സാഹിബ് നേതാക്കളെ മുകളിലത്തെ മുറിയിലേക്ക് ക്ഷണിച്ചു. സാഹിബ് അങ്ങ് വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ്, സമുദ്രത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. നേതാക്കൾ 4 പേരും മുറിയിൽ പ്രവേശിച്ചിട്ടും കാണാത്ത മട്ടിൽ സാഹിബ് നിൽക്കുന്നു. ചങ്ങാതിമാരെ, ഇങ്ങ് അടുത്തോട്ട് വരൂ. ആ ജനാലയ്ക്കരികിലേക്ക് നീങ്ങി നീങ്ങി നിൽക്കൂ. അങ്ങ് സമുദ്രത്തിലേക്ക് നോക്കൂ. സമുദ്രത്തിലേക്ക് നോക്കിയപ്പോഴാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദാസനും കൂട്ടുകാർക്കും മനസ്സിലായത്. മയ്യഴിയിലെ സ്വാതന്ത്ര്യം ചോദിച്ച ജനങ്ങളെ ചുട്ടു ചാമ്പലാക്കാൻ വെള്ള പട്ടാളക്കാർ ചീറിപ്പാഞ്ഞു വരുന്നു മയ്യഴിയിലേക്ക്. ഒരുവിധം അവർ രക്ഷപ്പെട്ട് താഴെ. സ്വാതന്ത്ര്യം മോഹിച്ചു വന്ന ജനങ്ങൾ ചിതറി നാലുപാടും ഓടുന്നു. ദാസൻ അവന്റെ വീട്ടിലെത്തി. ഗിരിജെ, ഗിരിജെ, വെള്ളപ്പട്ടാളക്കാർ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നാൽ നമുക്ക് അപകടമാണ്. സാധനങ്ങൾ ഒന്നും എടുക്കണ്ട. അച്ഛമ്മയെ കൈക്ക് പിടിച്ചോളൂ. അമ്മേ, നമുക്കുടനെ രക്ഷപ്പെടണം. വാ വാ. പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ഒരു പ്രതിബന്ധം പോലെ വന്നു നിൽക്കുന്നു അച്ഛൻ. നീ ആ പട്ടാളക്കാരുടെ കാലൊച്ച കേൾക്കുന്നില്ലേ? അവരിഞ്ഞെത്തിക്കഴിഞ്ഞു. അവരിഞ്ഞെത്തിയാൽ നിന്റെ അമ്മയെ വെടിവെച്ച് കൊല്ലും. അച്ഛാമ്മയെ ചുട്ട് ചാമ്പലാക്കും. നിന്റെ കുഞ്ഞു പെങ്ങളെ നിന്റെ മുമ്പിൽ പിടിച്ചുകൊണ്ട് നിർത്തി പട്ടാളക്കാർ മാറി മാറി. എനിക്കത് പറയാൻ പോലും ആവില്ല. അതുകൊണ്ട് ദാസാ, രക്ഷപ്പെടൂ. ദാസാ, രക്ഷപ്പെടൂ. ദാസൻ രക്ഷപ്പെടാൻ തന്നെ തീരുമാനിച്ചു. അവൻ ആ ജനക്കൂട്ടത്തിൽ ഒരു ബന്ധുവായി തീർന്നു. അച്ചു ദാസന്റെ വീട്ടിൽ സ്ഥിരതാമസമാക്കി.
അവന്റെ നോട്ടം ഗിരിജയായിരുന്നു. മതി വരുവോളം ഗിരിജയെ ആസ്വദിക്കുക, മടുക്കുമ്പോൾ സൗന്ദര്യത്തിന്റെ മറ്റൊരു താവളം തേടി പോവുക. അങ്ങനെ അവൻ സന്തോഷത്തോടു കൂടി ഗിരിജയുടെ വീട്ടിൽ താമസമാക്കി. ദാമു റൈറ്റർ ജയിൽ മോചിതനായി ദാ കടന്നു വരികയാണ്. അദ്ദേഹം വരുമ്പോൾ തന്നെ അദ്ദേഹം അറിഞ്ഞിരുന്നു അച്ചു ആ വീട്ടിൽ സ്ഥിരതാമസമാക്കിയ വിവരം. ഒരു ദിവസം അച്ചു തുള്ളിച്ചാടിക്കൊണ്ട് ദാമു റൈറ്ററുടെ മുമ്പിൽ വന്നു. റൈറ്ററേ, ഇന്ന് എനിക്ക് ജീവിക്കാൻ മാന്യമായൊരു ജോലിയുണ്ട്. സ്വന്തമായിട്ടൊരു അഡ്രസ് ഉണ്ടാക്കിയാൽ, ഒരു വരുമാനം ഉണ്ടാക്കിയാൽ നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോ എന്തു പറയുന്നു? അച്ചു, പറഞ്ഞാൽ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നവനാ ഈ ദാമു റൈറ്റർ. പക്ഷേ ഗിരിജ അവൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കൊച്ചു പെണ്ണ, ഞങ്ങൾ തമ്മിൽ പ്രായ വ്യത്യാസവുമുണ്ട്. അവൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ വിവാഹം നടത്തിത്തരും, തീർച്ചയായും. സ്വാതന്ത്ര്യ സമര സങ്കേതം. ദാസൻ ഈ വിവരം അറിഞ്ഞു. തന്റെ സഹോദരിയുടെ വിവാഹം ആ കൊലയാളിയുമായിട്ട് ഉറപ്പിച്ച വിവരം ദാസൻ അറിഞ്ഞു. എങ്ങനെയെങ്കിലും കുഞ്ഞു പെങ്ങളെ രക്ഷിക്കണം. അവൻ മയ്യഴി നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. അർദ്ധരാത്രിയിൽ, ഭീകരമായ രാത്രിയെ ഭേദിച്ചുകൊണ്ട് അവൻ മയ്യഴിയിലേക്ക് വരികയാണ്. താൻ ജനിച്ചു വളർന്ന വീട്ടിന്റെ പിന്നിൽ വന്നു. ഗിരിജേ, ഗിരിജേ, അയ്യോ ദാസേട്ടനോ, വാതിൽ തുറക്കട്ടെ ഏട്ടാ. വാതിൽ തുറക്കൂ, ശബ്ദമുണ്ടാക്കരുത്, എന്റെ പിന്നാലെ പോലീസുണ്ട്. വിളക്ക് കൊളുത്തട്ടെ ഏട്ടാ. വേണ്ട, അരണ്ട വെളിച്ചമുണ്ട്, അത് മതി. ഗിരിജേ, അവനുമായിട്ടുള്ള കല്യാണം നിശ്ചയിച്ചു. ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ അച്ഛൻ എന്നെ കൊന്നുകളയുമെന്ന് ഏട്ടാ. ഏട്ടൻ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കൂ. ഏത് നരകത്തിൽ വേണമെങ്കിലും ഞാൻ വരാൻ പറ്റും. മോളെ, എന്റെ കാര്യം തന്നെ വളരെ അനിശ്ചിതത്തിലാണ്. പോലീസുകാർ എന്റെ പിന്നാലെയുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ നിന്നെ രക്ഷിക്കും? എങ്കിലും ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കാം. എന്തൊക്കെയായിരുന്നാലും നമ്മുടെ അച്ഛനല്ലേ. ഞാൻ പറഞ്ഞാൽ കേൾക്കുമായിരിക്കും. ഇല്ലടാ, കേൾക്കില്ലടാ. നീ പറഞ്ഞാൽ കേൾക്കുന്ന കാലം കഴിഞ്ഞുപോയി. അച്ഛൻ നടത്താൻ പോകുന്ന ഈ കല്യാണം എന്റെ പെങ്ങൾക്ക് ഇഷ്ടമല്ല. അവളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തിരക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്നാൽ എന്റെ പെങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തിരക്കേണ്ട ആവശ്യം എനിക്കുണ്ട്. അച്ഛൻ നടത്താൻ പോകുന്ന ഈ കല്യാണം ഞാൻ മുടക്കും. ഇറങ്ങാം. പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം. അവൾ നിന്റെ അമ്മയുമല്ല, ഞാൻ നിന്റെ അച്ഛനുമല്ല. നടക്കാൻ പോലും കഴിയുന്നില്ല. അപമാനിതൻ, അടിച്ചിറക്കപ്പെട്ടവൻ, പരിത്യജ്യൻ. ദാസൻ അങ്ങനെ മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ ഒരു സംഘം പോലീസ് വന്നവനെ വളയുന്നു. ലാത്തികൾ ഉയരുന്നു, താഴുന്നു. ദാസൻ തിരോധാനം ചെയ്യപ്പെട്ടു, ജയിലിലടയ്ക്കപ്പെട്ടു. ദാസന്റെ തിരോധാനത്തോടെ മയ്യഴിയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഒന്ന് കെട്ടടങ്ങിയതായിരുന്നു. എന്നാൽ വീണ്ടും അത് ശക്തി പ്രാപിച്ചിരിക്കുന്നു. പൂർവാധികം ശക്തിയോടെ, കരുത്തോടെ, ഊർജ്ജസ്വലതയോടെ. എങ്ങും മുദ്രാവാക്യം വിളി. ചെറുകല്ലായി എന്ന പ്രദേശത്ത് ഒരു സംഘം തൊഴിലാളികൾ പട്ടാളക്കാരുമായി ഏറ്റുമുട്ടി. 2 തൊഴിലാളികൾ രക്തസാക്ഷികളായി. അതിർത്തിയിൽ നിന്നുകൊണ്ട് ദാസനും കൂട്ടരും ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഉണരുവിൻ, ഉണരുവിൻ മയ്യഴിയുടെ മക്കളെ, ഉണരുവിൻ, ഉണരുവിൻ മയ്യഴിയുടെ മക്കളെ, പടരുവിൻ, പടരുവിൻ അഗ്നിയായി പടരുവിൻ. ഉണരുവിൻ, ഉണരുവിൻ മയ്യഴിയുടെ മക്കളെ, പടരുവിൻ, പടരുവിൻ അഗ്നിയായി പടരുവിൻ. ബുദ്ധിമാനായ സായിപ്പ് ഒരു കാര്യം മനസ്സിലാക്കി. ഇനി പിടിച്ചു നിൽക്കാനാകില്ല. ഇനി സ്വാതന്ത്ര്യം നൽകിയില്ലെങ്കിൽ വളരെ അപകടമാണ്. അതുകൊണ്ട് ചരിത്ര പ്രസിദ്ധമായ ആ പ്രഖ്യാപനമുണ്ടായി. സ്വാതന്ത്ര്യം നൽകിയിടുന്നു, മയ്യഴിക്കുന്നു തന്നെ. സ്വാതന്ത്ര്യം നൽകിയിടുന്നു, സ്വാതന്ത്ര്യം നൽകിയിടുന്നു, മയ്യഴിക്കുന്നു തന്നെ. സ്വാതന്ത്ര്യം നൽകിയിടുന്നു. നിങ്ങൾക്കായി ഇവിടുത്തെ പുൽക്കൊടി തുമ്പുപോലും മംഗളം നേർന്നിടുന്നു. സ്വാതന്ത്ര്യം നൽകിയിടുന്നു.
ദീർഘകാലത്തെ പോരാട്ടത്തിന്റെ ഫലമായി മയ്യഴി നാടിന് സ്വാതന്ത്ര്യം ലഭിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി ദാസൻ ജയിൽ മോചിതനായി. ജയിലിൽ നിന്നിറങ്ങി ദാസനെ സ്വീകരിക്കാൻ, ഒരു പൂമാല അണിയിക്കാൻ, ഒന്ന് സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ ആ നാട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ദുഃഖത്തോടുകൂടി ഏകാന്ത ബധികനായി ദാസൻ റോഡേ അങ്ങനെ നടന്നു നിന്നുകയാണ്. കയ്യിൽ കരുതിയ രക്തപുഷ്പങ്ങൾ അദ്ദേഹം തന്റെ ഗുരുവിന്റെ ശവക്കല്ലറയിൽ അർപ്പിച്ചു. ഇന്നു ഞാൻ അർപ്പിക്കും ഈ രക്തപുഷ്പങ്ങളെല്ലാം അങ്ങതൻ കുടീരത്തിൽ, ധന്യനാ മഹാത്മാവേ. ഞങ്ങളിൽ സ്വാതന്ത്ര്യത്തിൻ സ്വപ്നങ്ങൾ ഉയർത്തിയ മങ്ങാത്ത വിപ്ലവത്തിൻ ചൈതന്യമല്ലോ ഭവാൻ. ദാസൻ കൂടെ ചന്ദ്രികയുടെ വീട്ടിൽ പോകാറുണ്ട്. ചന്ദ്രികയുടെ അച്ഛൻ ഭരതേട്ടൻ നല്ല മനുഷ്യനാണ്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹം സിംഗപ്പൂരിൽ നിന്ന് വീട്ടിലെത്തിയത്. അന്ന് ദാസൻ ചന്ദ്രികയുടെ വീട്ടിലാണ് കിടന്നത്. പാതിരാത്രി ഇടിയും മഴയും തകർത്ത് പെയ്യുന്നു. ആ വീട്ടിലെ വിളക്കുകൾ പൊടുന്നനെ പ്രകാശിച്ചു. ഭരതേട്ടൻ ചന്ദ്രികയുടെ മുറിയുടെ പിന്നിൽ വന്നു. ചന്ദ്രികയെ, വാതിൽ തുറക്ക്. അനക്കമില്ല. ചന്ദ്രികയെ, വാതിൽ തുറക്കാൻ. ഒരു ശബ്ദവും കേൾക്കുന്നില്ല. വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. ആ വാതിൽ മെല്ലെ മെല്ലെ തുറക്കപ്പെട്ടു. അതിനുള്ളിൽ നിൽക്കുന്നു ദാസൻ. ദാസാ, നിന്നിൽ നിന്ന് ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതാണോ നിന്റെ സംസ്കാരം? ഇതാണോ നിന്റെ ആദർശം? ഇതാണോ നിന്റെ രാഷ്ട്രീയം? അച്ഛാ, ഞാൻ പറഞ്ഞിട്ട ദാസേട്ടൻ എന്റെ മുറിയിൽ പ്രവേശിച്ചത്. ചന്ദ്രികയെ, നീ ഒരു അക്ഷരം മിണ്ടി പോകരുത്. ദാസാ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്. ജനിച്ചതിന് ശേഷം സന്തോഷം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. മയ്യഴിക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷം ലഭിച്ചു. എനിക്ക് മാത്രം ദുഃഖമാണ് ഉണ്ടായത്. ഇന്നെന്റെ ജീവിതത്തിലെ ഏക ആശ്വാസം ഇവൾ ചന്ദ്രികയാണ്. അവൾ കൂടി എനിക്ക് നഷ്ടപ്പെട്ടാൽ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല. നന്ദി കെട്ട നായെ, ഇറങ്ങടാ വെളിയിൽ. നിന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ മകൾ നശിക്കണമെന്നോ? ഇറങ്ങടാ വെളിയിൽ. ചെളിയും വെള്ളവും നിറഞ്ഞ പാതയിലൂടെ ദാസൻ നടന്നു. വിജ്ഞാനപോഷിണി ഗ്രന്ഥശാല ദാസൻ അവസാന അഭയസ്ഥാനമായി. ഒരു കാലത്ത് ദാസൻ മയ്യഴി നാട്ടിന്റെ അഭിമാനമായിരുന്നു, മയ്യഴി നാട്ടിന്റെ ആവേശമായിരുന്നു, ശക്തിയായിരുന്നു. ഇന്ന് ദാസൻ എടുക്കാത്ത ഒരു നാണയമായി മാറിയിരിക്കുന്നു. നട്ടലിനോട് ചേർന്ന വയറും മുഷിഞ്ഞു നാറിയ വസ്ത്രവും ആകെ തകർന്ന് തളർന്ന് അവശനായി ഒരു മരപ്പാവ കണക്ക് വിജ്ഞാനപോഷിണി ഗ്രന്ഥശാലയുടെ ഉമ്മറത്തിരിക്കുമ്പോൾ ഭരതേട്ടനും 2-3 പേരും കടന്നു വരുന്നു. ദാസാ, എടാ, എന്റെ മോളെ കാണാനില്ലടാ, ചന്ദ്രിയെ കാണാനില്ല. നീ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വരണം. ദാസൻ പെട്ടെന്ന് ചന്ദ്രികയുടെ വീട്ടിലേക്ക്. അവിടുത്തെ നിശബ്ദതയെ ഭജിക്കാൻ ആ അമ്മയുടെ കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നു. ആകെ വല്ലാത്തൊരു അന്തരീക്ഷം, ഭീതിജനകമായ അന്തരീക്ഷം. 3-4 ചെറുപ്പക്കാർ പാഞ്ഞു വരുന്നു ഭരതേട്ടന്റെ അടുത്തേക്ക്. ആ കുളങ്ങളിലെല്ലാം പരിശോധിച്ചു. ആ തടാകങ്ങളിലെല്ലാം മുങ്ങിത്തപ്പി പരിശോധിച്ചു. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം നിങ്ങൾ നോക്കിയോ? നോക്കി. ചന്ദ്രികയെ കാണുന്നില്ലേ? ഇല്ല, അവിടെങ്ങും കാണുന്നില്ല. മോളെ ചന്ദ്രികയെ, എന്റെ മോളെ ചന്ദ്രികയെ. ദാസനെല്ലാം മനസ്സിലായി. ദാസന്റെ പാദങ്ങൾ വേഗത്തിൽ ചലിച്ചു. അവൻ സമുദ്രതീരത്തിലേക്ക് പാഞ്ഞു ചെന്നു. സമുദ്രതീരത്തിലൂടെ നടന്ന് വിദൂരതയിലേക്ക് പോയി. അവൻ അള്ളിപ്പിടിച്ച് ആ വെള്ളിയാം കല്ലിന്റെ മുകളിലേക്ക് കയറി. ഒരു പൊട്ടുപോലെ, ഒരു കണ്ണുനീർത്തുള്ളി പോലെ ദാസൻ വെള്ളിയാം കല്ലിന്റെ മുകളിൽ ഇരിക്കുന്നു. ചന്ദ്രികയെ, എന്റെ ചന്ദ്രികയെ, ഒന്ന് വരൂ, ഒന്ന് കാണാൻ ചന്ദ്രികയെ. ചന്ദ്രികയുടെ ഉച്ച കേട്ടില്ല. ചന്ദ്രികയുടെ പാദസ്വരത്തിന്റെ ശബ്ദം, ചന്ദ്രികയുടെ ഗദ്ഗതം. ദാസൻ പെട്ടെന്ന് വെള്ളിയാങ്കല്ലിൽ നിന്നും ഊർന്ന് താഴെ ഇറങ്ങി.
അവൻ സമുദ്രതീരത്തൂടെ മുന്നോട്ടോടുകയാണ്. ആകാശം മുട്ട ഉയരുന്ന തിരമാലകൾ. സമുദ്രം ഇന്നേ വരെ ഇത്രത്തോളം ഭീകരരൂപിണിയായി കണ്ടിട്ടില്ല. ആകാശം മുട്ട ഉയരുന്ന ഒരു തിരമാല എന്തോ സമുദ്രതീരത്തേക്ക് ആഞ്ഞെറിഞ്ഞു, വലിച്ചെറിഞ്ഞു. ചന്ദ്രികേ, എനിക്കിപ്പോഴാണ് മനസ്സിലായി ചന്ദ്രികേ, എന്റെ ചന്ദ്രികേ, ചന്ദ്രികേ. തിങ്ങും മണലിൽ കിടക്കുന്നു ചന്ദ്രികേ, തൻ വിരിമാറോടു ചേർക്കുദാസൻ. ചുംബനം കൊണ്ട് പൊതിഞ്ഞു കണ്ണീരിനാൽ തൻ കളിത്തോഴിയെ ശോകമൂലം. ചന്ദ്രികേ, ചന്ദ്രികേ, എങ്കിലും നീ എന്നെ വിട്ടു പോയല്ലോ ചന്ദ്രികേ. ദാസൻ പിന്നീട് അവിടെ നിന്നില്ല. അവൻ ഓടി ആ വലിയാം കല്ലിന്റെ മുകളിൽ ഒരു കണ്ണുനീർത്തുള്ളി പോലെ, ഒരു ബിന്ദു പോലെ അവൻ അവിടെ ഇരിക്കുന്നു. മയ്യഴിയിലെ നാടകങ്ങൾ ഏതാണ്ട് അവസാനിക്കാറായി. മയ്യഴിയിലെ അനന്തമായ ഇതിഹാസങ്ങളുടെ ഉറവിടമായ കുറമ്പിയമ്മ ജരാനര ഭവിച്ച് മരണവും കാത്ത് മരണശയ്യയിൽ കിടക്കും. അനവധി ഇതിഹാസങ്ങളുടെ ചെപ്പുക്കുടമായ പൊടിടപ്പി വിറയാർന്ന് ശുഷ്കിച്ച കൈകളിൽ നിന്ന് ഊർന്നു വീണു. കുറമ്പിയമ്മ കാലയവനികയ്ക്കുള്ളിൽ പറഞ്ഞു. ദാമുറേറ്റർ മരണശയ്യയിൽ കിടക്കുകയാണ്. വെള്ളം വെള്ളം ഇറ്റിച്ചു കൊടുത്തു. എടാ അച്ചു, എനിക്കെന്റെ മോനെ ദാസനെ ഒന്ന് കാണണം. അവൻ അഭിമാനമുള്ളവന്, അവൻ എന്റെ മകനാ. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ, ഒരു നേരത്തെ വെള്ളം കുടിക്കാതെ അവൻ തെരുവിൽ എവിടെയെങ്കിലും അലഞ്ഞു വീണിട്ടുണ്ടാവും. ജീവിത യുദ്ധത്തിൽ, ജീവിത സമരത്തിൽ ഞാനാണ് തോറ്റത്, അവനാണ് ജയിച്ചതെന്ന് നീ അവനോട് പറയണം. പോയി വിളിച്ചോണ്ട് വാ, എന്റെ മോനെ പോയി വിളിച്ചോണ്ട് വാ. പോ പോ പോ. അച്ചുവിന്റെ കാലുകൾ അതിവേഗം സഞ്ചരിച്ചു. അവൻ സമുദ്രതീരത്തെത്തി. അവൻ ഉയർന്നു നോക്കുമ്പോൾ വെള്ളിയാം കല്ലിന്റെ മുകളിൽ ഒരു പൊട്ടുപോലെ, ഒരു അശ്രുബിന്ദു പോലെ ദാസൻ ഇരിക്കുന്നു. ദാസാ, ഇറങ്ങി വരൂ ദാസാ, ദാസാ ഇറങ്ങി വരൂ. നിന്നെ സ്നേഹിക്കുന്നവർ, നിന്നെ മാനിക്കുന്നവർ, നിന്നെ ആവശ്യമുള്ളവർ ഇന്നും മയ്യഴി നാട്ടിലുണ്ട്. ഇറങ്ങി വരൂ ദാസാ. നിന്റെ അച്ഛൻ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വന്നത്. നിന്റെ അച്ഛൻ നിന്റെ മുമ്പിൽ തോറ്റുപോയിരിക്കുന്നു. ജീവിത മത്സരത്തിൽ നീയാണ് വിജയിച്ചത്. ഇറങ്ങി വരൂ ദാസാ, ഇറങ്ങി വരൂ, ഇറങ്ങി വരാൻ. അച്ചു മുഖമുയർത്തുമ്പോൾ ദാസൻ വെള്ളിയാങ്കലിന്റെ മുകളിൽ. അച്ചു അള്ളിപ്പിടിച്ച് വെള്ളിയാങ്കലിന്റെ മുകളിൽ. അല്പസമയത്തിന് മുമ്പ് ഇവിടെ ഇരുന്നതാണല്ലോ ദാസ. താഴോട്ട് നോക്കുമ്പോൾ ആർത്തിരമ്പുന്ന സമുദ്രം. തിരമാലകൾ സംഹാര രൂപികളെ പോലെ അടിച്ചുയരുന്നു. ഒരു ചുഴിക്കുള്ളിൽ ദാസൻ ജീവൻ മരണ പോരാട്ടം നടത്തുന്നു. ദാസാ, ആ പാറക്കല്ലിൽ പിടിച്ച് രക്ഷപ്പെടൂ ദാസാ, രക്ഷപ്പെടൂ, രക്ഷപ്പെടാൻ. ഉയർന്നു വന്ന ഒരു തിരമാലയിൽ മയ്യഴി നാട്ടിന്റെ എല്ലാമെല്ലാമായിരുന്ന, ശക്തിയായിരുന്ന, ആവേശമായിരുന്ന, മജ്ജയായിരുന്ന, മാംസമായിരുന്ന, രക്തമായിരുന്ന, എല്ലാമെല്ലാമായിരുന്ന ദാസൻ അമർന്നു കഴിഞ്ഞു. സമുദ്രം ശാന്തമായി, സമുദ്രം പ്രശാന്തമായി. ഒരു തുമ്പി കൂടി വെള്ളിയാങ്കലിലേക്ക് പറന്നു ചെന്നു. ആ തുമ്പി ഒരുപക്ഷെ ദാസന്റെ ആത്മാവായിരിക്കും. ഒരു തുമ്പി കൂടി പറന്നു വന്നു, വെള്ളിയാങ്കല്ലിലേക്കോടി വന്നു. തിരകളിൽ തല്ലി കുടഞ്ഞു കഴിഞ്ഞൊരാ കരളിന്റെ ഗൽഗതം ആരറിഞ്ഞു, ഗൽഗതം ആരറിഞ്ഞു. ഈ കഥനകഥകളൊക്കെ കണ്ടുകൊണ്ട് അപ്പോഴും മതാലസയായ മയ്യഴിപ്പുഴ ഒഴുകി ഒഴുകി അങ്ങനെ കടന്നു പോകുന്നു. ഒഴുകി ഒഴുകിയെത്തും മയ്യഴിപ്പുഴ പഴയ കഥകളായിരം പറയുമല്ലോ. ഒഴുകി ഒഴുകിയെത്തും മയ്യഴിപ്പുഴ പഴയ കഥകളായിരം പറയുമല്ലോ.
പറയുമല്ലോ. പൊരുതി വീണ ധീരരെ നിങ്ങൾ തൻ ഗാഥകൾ കരളുവിങ്ങി ഇന്നും അവൾ പറയുമല്ലോ. പൊരുതി വീണ ധീരരെ നിങ്ങൾ തൻ ഗാഥകൾ കരളുവിങ്ങി ഇന്നും അവൾ പറയുമല്ലോ. ഒഴുകി ഒഴുകിയെത്തും മയ്യഴിപ്പുഴ പഴയ കഥകളായിരം പറയുമല്ലോ. പഴയ കഥകളായിരം പറയുമല്ലോ. പഴയ കഥകളായിരം പറയുമല്ലോ. നന്ദി, നമസ്കാരം.